മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരാജയത്തിനു ശേഷം മാനേജർ റൂബൻ അമോറിം നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ ചെൽസിയുടെ മുൻ താരം ക്രെയ്ഗ് ബെർലി രംഗത്ത്. പ്രീമിയർ ലീഗിൽ ആഴ്സണലിനോട് ഒറ്റ ഗോളിന് പരാജയപ്പെട്ട ശേഷം യുണൈറ്റഡിന് ഏത് ടീമിനെയും തോൽപ്പിക്കാനാകുമെന്ന അമോറിമിന്റെ അവകാശവാദത്തെ പരിഹാസ്യം എന്നാണ് ബെർലി വിശേഷിപ്പിച്ചത്. മാനേജർ തന്റെ തന്ത്രങ്ങൾ കൊണ്ടെന്തെങ്കിലും തെളിയിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ESPNനോട് സംസാരിക്കവേ മതേസ് കുഞ്ഞ, എംബുമോ എന്നിവരുടെ കടന്നുവരവോടെ യുണൈറ്റഡിന്റെ മുൻനിര മെച്ചപ്പെട്ടതായി ബെർലി അഭിപ്രായപ്പെട്ടു. എന്നാൽ ടീമിന്റെ മിഡ്ഫീൽഡിൽ പ്രശ്നങ്ങൾ തുടരുന്നതാണ് പ്രധാന ആശങ്കയെന്നും അദ്ദേഹം പറയുന്നു. അവരൊന്നും തെളിയിച്ചിട്ടില്ല. കുഞ്ഞയും എംബുമയും ഭീഷണിയായിരുന്നു. പക്ഷേ ആഴ്സണലിന്റെ പ്രതിരോധത്തിന് മുന്നിൽ ബോക്സിൽ സ്ട്രൈക്കർക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. മിഡ്ഫീൽഡിൽ ഉണ്ടായ വിള്ളലുകൾ യുണൈറ്റഡിന് വലിയ പ്രശ്നമാണെന്ന് ബെർലി പറഞ്ഞു. ആഴ്സണലിന്റെ വിജയം റിക്കാർഡോ കലാഫിയോറിയുടെ ഏക ഗോളിലൂടെയാണ്. ഈ വിജയത്തോടെ 2023 മുതൽ പ്രീമിയർ ലീഗിലെ ബിഗ് 6 ടീമുകളായ സിറ്റി, ലിവർപൂൾ, ചെൽസി, ടോട്ടൻഹാം, യുണൈറ്റഡ് എന്നിവർക്കെതിരെ 23 മത്സരങ്ങളിൽ അപരാജിതരായ ആഴ്സണൽ മുന്നേറുകയാണ്. പ്രീമിയർ ലീഗിൽ ഏത് ടീമിനെയും തോൽപ്പിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഈ മത്സരം തെളിയിച്ചുവെന്നും തങ്ങൾ മികച്ച ടീമായിരുന്നു, നന്നായി കളിച്ചു, പരാജയപ്പെട്ടെങ്കിലും ടീമിന്റെ പരിശ്രമത്തിൽ താൻ അഭിമാനിക്കുന്നു എന്നാണ് റൂബൻ അമോറിം പറഞ്ഞത്. ഓഗസ്റ്റ് 24-ന് ഫുൾഹാമിനെതിരായാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.